വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. സ്മാർട്ട് മണി ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്നൈപ്പർ എൻട്രി ബിൽഡ് ചെയ്യാം. അപ്പം ക്ലാസ്സുകൾ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെവി റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്ന ഒരു കിടിലൻ സ്ട്രാറ്റജി പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനോടുണ്ട്. ദെൻ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽസ് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എങ്ങനെ എൻട്രി എടുക്കണം. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ആ ഒരു 3 കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽസിൽ ട്രേഡ്സുകൾ എടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഫെയിലായി പോകത്തതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ICT ആണെങ്കിലും SMC ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ചാറ്റ് പാറ്റേൺസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക. മോർ കൺഫർമേഷൻ എടുത്തുകൊണ്ട് ട്രേഡിൽ എൻ്റർ ചെയ്യുക. അപ്പം ഫസ്റ്റ് വൺ, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ, ഇവിടെയുമായിട്ടൊരു ക്യാൻഡിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു IFC ക്യാൻഡിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും IFC ക്യാൻഡിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈയും ലോയും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കീ റേഞ്ച് ഏരിയയൊക്കെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ IFC ക്യാൻഡിൽ എന്ന് നോക്കാം. IFC ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. പക്ഷേ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹെവി എൻഗൾഫിങ് ക്യാൻഡിൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ബൈ സൈഡ് ആണെങ്കിൽ, ഒരു അപ്പ് സൈഡിലോട്ടാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീനും, അതുപോലെ തന്നെ ഡൗൺ സൈഡ്, ഇപ്പോൾ ഡൗൺ സൈഡ് ആണെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ ക്യാൻഡിലുമായിരിക്കും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇവിടെ ജസ്റ്റ് ഈ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് IFC ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന, അതായത് ഒരു മേജർ സ്ട്രക്ചറിൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന ക്യാൻഡിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ക്യാൻഡിൽ. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ദിസ് ക്യാൻഡിൽസ് ആർ ഫോംഡ് ഡ്യൂറിങ് മാർക്കറ്റ് മാനിപ്പുലേഷൻ വെയർ ലിക്വിഡിറ്റി ഈസ് ടേക്കൺ ഔട്ട് ജസ്റ്റ് ബിഫോർ എ ഷാർപ്പ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ആ ഒരു ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവുന്നു. അതായത് ഒരു ഷാർപ്പ് മൂവ് നിങ്ങൾക്ക് കിട്ടും. അപ്പം എങ്ങനെയാണ് ഈ ഒരു കീ റേഞ്ച് ഏരിയ എന്നിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അല്ല, ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്ത് മൂവ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങും. അതാണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ഈ ഒരു കീ റേഞ്ച് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു. അതായത് ഒരു സപ്ലൈ സോൺ ആവാം, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ ആവാം. അതുപോലെ തന്നെ ഒരു ഹൈ ആവാം. ഒരു ഹെവി സ്വിങ് ഹൈ ആവാം. അപ്പോൾ അങ്ങനെ ഒക്കെ ആവാം. ആ ഒരു റേഞ്ചിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് എങ്ങനെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കീ റേഞ്ച് ഏരിയയിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മൾട്ടിപ്പിൾ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ കൊണ്ടാണ് ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും, അതായത് എപ്പം 30 മിനിറ്റിൽ 30 മിനിറ്റിലായിരിക്കണം നമ്മൾ ഈ ഒരു എൻട്രി നമ്മൾ നോക്കേണ്ടത്. എൻട്രി 30 മിനിറ്റിലല്ല, നമ്മൾ ഈ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യേണ്ടത് 30 മിനിറ്റിലും എൻട്രി 5 മിനിറ്റിലുമാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ജസ്റ്റ് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഹൈയും ലോയും അടയാളപ്പെടുത്തി വെക്കുക. ദെൻ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ താഴോട്ടിറങ്ങിയിരുന്ന മാർക്കറ്റ് ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടെന്നറിയാം. എന്താണ് സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു സപ്ലൈ സോണിൻ്റെ ലിക്വിഡിറ്റി, അതായത് ഈ ഒരു മേജർ ഹൈയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ആയിരിക്കും മാർക്കറ്റ് എടുക്കുന്നത്. അതായത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലായിരിക്കണം എടുക്കേണ്ടത്. പല രീതിയിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലാണ്.
ഇവിടെ ഈ ഒരു റേഞ്ചിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലുക്ക് ഫോർ എൻഗൾഫിംഗ് ക്യാൻഡിൽ, ദെൻ സെക്കൻഡ് വൺ സ്പോട്ട് എ ലിക്വിഡിറ്റി ഗ്രാബ്, ആൻഡ് തേർഡ് വൺ വെയിറ്റ് ഫോർ എ റാപ്പിഡ് റിവേഴ്സൽ വിത്ത് സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതെങ്ങനെ കൺഫർമേഷനും കാര്യങ്ങളും എടുക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നമ്മൾ സ്പോട്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം എന്താണ് IFC ക്യാൻഡലിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. അതായത് IFC ക്യാൻഡലിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ, അതായത് ഫുട് പ്രിൻ്റ് ഇളകുക, എന്തിൻ്റെ, സ്മാർട്ട് മണി. ഓക്കെ, മാർക്കറ്റിൽ സ്മാർട്ട് മണി ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ഫുട് പ്രിൻ്റ് എടുക്കുക. ആ ഡംപ് ചെയ്യുന്ന ഏരിയയിൽ കൂടി, അതായത് എവിടെയാണോ സ്മാർട്ട് മണി ഡംപ് ആവുന്നത് അവിടെ നിന്ന് എൻട്രി എടുക്കുക എന്നുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ദിസ് ക്യാൻഡിൽ മാനിപ്പുലേറ്റഡ് പ്രൈസ് ബൈ ടേക്കിംഗ് ഔട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് പൊസിഷൻ. അതായത് നമുക്കറിയാം എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ദെൻ ഇനിയിപ്പം നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി എങ്ങനെയാണ് ഈ ഒരു എൻട്രി എന്നുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ എൻട്രി എപ്പോഴാണ്, 5 മിനിറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലൈൻ എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഗ്രാബാണ്. ഇവിടെ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ, അതായത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡലിൻ്റെ മേജർ ഹൈയും മേജർ ലോയും നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് മാർക്കറ്റ് ആ ഒരു മേജർ ഹൈയും ലോയും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടും ഉണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഒരു റീടെസ്റ്റിൽ എൻട്രി ഇല്ല. ഓക്കെ, ചുമ്മാ ഒരു റീടെസ്റ്റിൽ എൻട്രി ഇല്ല. ഇത് നമ്മൾ 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒന്ന് അറിയാം ലിക്വിഡിറ്റി ഗ്രാബ്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, നെക്സ്റ്റ് വൺ ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താണ് നോക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ദെൻ ഈ ഒരു കാര്യം നോക്കുക. മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ മാർക്കറ്റ് തന്നു പോകുന്ന മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു മേജർ ലോയുടെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റൗണ്ട് നിങ്ങളുണ്ടോ, ഈ ഒരു ഡിമാൻഡ് സോണിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത്. ഒരു 5 മിനിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ കാണാൻ പറ്റും. ഒരു ലോവർ ലോ, ലോവർ ഹൈ ഒക്കെ മാർക്കറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ലോവർ ഹൈ ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ തരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. അപ്പം അവിടെ നിന്നാണ് നമ്മൾ എൻട്രി. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ചാർട്ടിലോട്ടൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ലൈവ് ചാർട്ടിൽ നോക്കുമ്പോൾ ഒരു മേജർ ഹൈ റേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ റേഞ്ചിന് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഈക്വൽ ഹൈ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഈക്വൽ ഹൈയെ മേജർ ഹൈ റേഞ്ചിനൊക്കെയാണ് ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഏകദേശം ഒരു 30 മിനിറ്റിൽ നമ്മൾ ആ ഒരു ഹൈയും ലോയും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നു. പിന്നീട് ഈ ഒരു ഹൈയും ലോയും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ 5 മിനിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റിൽ നോക്കുമ്പം നമ്മൾ എൻട്രിയും 5 മിനിറ്റിലാണോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നോക്കുമ്പോൾ നമ്മളിനി ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ വാച്ച് ചെയ്യും. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് വാച്ച് ചെയ്തതിന് ശേഷം ആണ് നമ്മളിനി അവിടെ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു താഴോട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു മൂവ്മെൻറ്റിൽ നമുക്കിവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റിലൊരു PDR ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളെ എൻട്രി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ, ഒരു ലോ, ഒരു ഹയർ ഹൈ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു ഹയർ ഹൈ നമ്മളിനി ഒരു നെക്സ്റ്റ് ഒരു എന്താ പറയുക, ഒരു നമ്മളെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിലും അതുപോലെ തന്നെ ഈ ഒരു ഹൈയും അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലും, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നമ്മുടെ മിറ്റിഗേഷൻ ബ്ലോക്കായിട്ടും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഹൈ, ഓക്കെ, ഈ ഒരു ഹൈ നമ്മൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോഫിറ്റ്, അതായത് നമ്മളൊരു ടേക്ക് പ്രോഫിറ്റായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു 5 മിനിറ്റിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വരെ ഈ ഒരു റേഞ്ച് വരെ എത്തും. അത് നെക്സ്റ്റ് നമ്മളൊരു 30 മിനിറ്റിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം
ആ ഒരു താഴത്തെ ഈ ഒരു റേഞ്ച് വരെ എത്തും. ഓക്കെ, ഈ ഒരു റേഞ്ച് വരെ എത്തും. അപ്പോൾ അവിടെ വരെ നമ്മളെ ഒരു ടേക്ക് പ്രോഫിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്നൈപ്പർ എൻട്രി നമ്മളിനി നോക്കുമ്പോൾ ഓക്കെ, അപ്പം അടുത്ത നെക്സ്റ്റ് ടാപ്പിൽ നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ടാപ്പ് ചെയ്തു മാർക്കറ്റ് ഇറങ്ങി പോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ള ഒരു കടമ്പ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, നല്ല സ്നൈപ്പർ എൻട്രിയാണ്. അത്രയും ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് വെച്ചാൽ ഏകദേശം ഇത് തന്നെ ഒരു 1:8%. ഓക്കെ, ഒരു 1:8 റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ക്ലീൻ ആയിട്ട് മാർക്കറ്റ് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കയറി പോയേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു മിതിഗേഷൻ ബ്ലോക്ക് കിട്ടിയില്ല. അതിന് അപ്പുറം നമുക്കൊരു ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് വെച്ചാൽ എങ്ങനെ എൻട്രി എടുക്കാൻ നോക്കാം. ഇവിടെ നിങ്ങളൊരു മേജർ ഹൈ റേഞ്ച് കാണുന്നുണ്ട്. ഈ ഒരു ഹൈ റേഞ്ചിൻ്റെ നമ്മൾ ഒരു ഹൈയും ലോയും ആ ക്യാൻഡലിൻ്റെ ഹൈയും ലോയും നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കണ്ടതെന്ന് വെച്ചാൽ 5 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആ ഹൈയും ആ ലോയും ജസ്റ്റ് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുക. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും അടുത്ത മാർക്കറ്റ് വന്ന് ആ ഒരു നെക്സ്റ്റ് ആ ഒരു ലോയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യണം. ഓക്കെ, ആ ഒരു ലോയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട്, അതായത് ആ ക്യാൻഡലിൻ്റെ ലോയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കുന്ന ആ ഒരു ഫിബ് ടൂളിൽ ഒരു 0.5% മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ. ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യുക, ഒരു ഫിബ് ടൂൾ വെക്കുന്നു. ഫിബ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 0.5 മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മളെ സ്റ്റോപ്പ് ലോസ് എവിടം വരെ വെക്കാമെന്ന് വെച്ചാൽ ആ ഒരു മാർക്കറ്റ് ആ ഒരു ഫിബിന്, അതായത് ആ ഒരു സ്വിങ്ങിന് മുകളിൽ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ടാർഗറ്റ് എന്നുള്ളത് നെക്സ്റ്റ് ഒരു 5 മിനിറ്റിലെ സെൽ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് നോക്കാം. ഒരു റേഞ്ച് വരെ നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കുക എന്നുള്ളത് മാർക്കറ്റ് വന്ന് ആ ഒരു ആ ഒരു ഫിബിൽ ഒരു 0.5 ഒന്ന് ടാപ്പ് ചെയ്യുന്നു, ജസ്റ്റ് താഴോട്ട് പോകുന്നു. ഓക്കെ, ടാപ്പ് ചെയ്തതാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നതാണ്. പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യുന്നതും കാണാം, ക്ലീൻ ആയിട്ട് കാണാം. അപ്പം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ, അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡലിൻ്റെ ഒരു പവർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് കാണാം ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എത്രത്തോളം ഉണ്ട്, ആ ഒരു സ്നൈപ്പർ എൻട്രിക്ക് എത്രത്തോളം ബ്യൂട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ചെയ്ത ആ ഒരു ട്രേഡ്, ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒന്നുകൂടി കാണുക. ഓക്കെ, ആ ചാർട്ടിൽ ഒന്നുകൂടി കാണുക. ശേഷം ആ രീതിയിൽ ക്യാൻഡിൽ IFC ക്യാൻഡിൽ ഫോം ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി ആ രീതിയിൽ എടുക്കുമ്പോൾ നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു ടൈം ഫ്രെയിം മാറ്റിയതിന് ശേഷം ആ രീതിയിൽ നിങ്ങൾ എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എൻട്രി അത്രത്തോളം ബെറ്റർ ആയിരിക്കും. അതായത് നമ്മളൊരു 30 മിനിറ്റിൽ നമ്മൾ ആ ഒരു ലിക്വിഡിറ്റിയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഈ ഒരു IFC ക്യാൻഡിലിൻ്റെ ഫോർമേഷന് ശേഷം മാർക്കറ്റിന് ഒരു 5 മിനിറ്റിലോട്ട് അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഒരു മിത്തിക്കേഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഫിബിൽ 0.5 വന്ന് ടാപ്പ് ചെയ്യുന്ന സമയം എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ കാണിച്ചു തന്നുള്ള ഏകദേശം മിനിമം ഒരു 1:6% നിങ്ങൾക്ക് പ്രോഫിറ്റ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമം. മാക്സിമം നിങ്ങൾ ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ നിങ്ങൾക്ക് ആ ഒരു എൻട്രി നിങ്ങൾക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് IFC ക്യാൻഡിലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എങ്ങനെ IFC ക്യാൻഡിൽ ഉപയോഗിക്കാം. ഏകദേശം നമ്മൾ 30 മിനിറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ആ ഒരു ഡിമാൻഡ് സോണിൽ എങ്ങനെ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു 30 മിനിറ്റിൽ, ദെൻ 5 മിനിറ്റിൽ കൺവേർട്ട് ചെയ്ത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലീൻ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ എടുത്ത ആ ഒരു ട്രേഡ് ഒരു 2 പ്രാവശ്യം കാണുക. ഓക്കെ, ആ ഒരു ട്രേഡ് ഒരു 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, മാർക്കറ്റിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ
ക്ലിയർ ആകും. അല്ലാണ്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ നിന്ന്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടിങ് ക്യാൻഡിൽസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടിങ് ക്യാൻഡിൽസ് അത്ര ചെറിയ കാര്യമല്ല. സ്മാർട്ട് മണിയുടെ ആ ഒരു ഫുട് പ്രിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതും ചെറിയ കാര്യമല്ല. അപ്പം നോക്കുക, വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ടൈം ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക, കൺഫർമേഷൻ എടുക്കുക, എന്താണ് മിത്തിഗേഷൻ ബ്ലോക്ക് എന്നുള്ള കാര്യം അറിയുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ICT ലേണിംഗ് സീരീസിൽ ഇനി അതുപോലെ തന്നെ പല കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മിത്തിഗേഷൻ ബ്ലോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ PDR ആണെങ്കിലും എല്ലാ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു IFC ക്യാൻഡിൽ, ഓക്കെ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടും. ഓക്കെ, അത് നല്ല ക്ലീനായിട്ട് പഠിക്കുക. ഓക്കെ, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റാക്കുക. നിങ്ങൾക്ക് ക്യാൻഡിൽസ് കണ്ടറിയാം, പിന്നെ എവിടെ ഇത് വരണം എന്നറിയാം, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ അത് കറക്റ്റാക്കുക. ഓക്കെ, ഈ റാപ്പിഡ് റിവേഴ്സൽ വിത്ത് സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് എങ്ങനെയാണെന്നുള്ളത് ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എല്ലാ കാര്യവും ക്ലിയറായിട്ട് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു സ്നൈപ്പർ എൻട്രി ആയിട്ട് വീണ്ടും കാണാം.